ഗൂഗിൾ അസിസ്റ്റന്റ് ആ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കൂ. ഞാനാണ് മഹേന്ദ്ര MC. കോൾ മീ മഹേന്ദ്ര MC. മഹേന്ദ്ര ബാഹുബലിയില്ല, മഹേന്ദ്ര MC. ഇതിലെല്ലാവരും മഹേന്ദ്ര MC പറയും. MC അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട് കൈസ്. അസിസ്റ്റൻ്റ് കാണണോ? എല്ലാവരും ഫ്രണ്ടിൽ നിൽപ്പോൾ ഞാൻ കാണിച്ചു തരാം. 3, 2, 1 സ്റ്റാർട്ട്. 2 കൈസ് റെഡി അല്ലേ? എൻ്റെ അടുത്ത് എൻ്റെ ആൾക്കാരെ കാണാൻ. എൻ്റെ ആൾക്കാരെ നിങ്ങൾക്ക് കാണണ്ടേ? 3, 2, 1 ഈ ബ്ലോക്കാണ് എൻ്റെ ആൾക്കാർ. നമുക്ക് നാളെ പോയി മോഡൂസ് ഗെയിമിനെ തട്ടണം. അത് ഈ ഐക്കോണിക്കിനെ തട്ടണം. അത് ഈ നമുക്ക് വേറെ ആരെങ്കിലൊക്കെ തട്ടാം കേട്ടല്ലോ. നിങ്ങളൊക്കെ ഇന്ന് തന്നെ പോയി മോഡൂസ് ഗെയിമിനെ തട്ടിയിട്ട് വന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. ടാറ്റാ ബൈ ബൈ. പോട്ടടാ പോടാ എടുത്തിരിക്കുന്നത് ഇതിനാ. ഓക്കെ ശരി, കാര്യം പറയാനുണ്ട്. 2 കോടി രൂപ തരാം, കൊന്നിട്ട് പോവാ. അവൻ വരില്ല പോയി മോഡൂസ് ഗെയിമിനെ തട്ടാൻ. ഇനി മോഡൂസ് ഗെയിമിൽ ജീവിച്ചിരിക്കില്ല, അവ ചത്ത് വയ്യത്തായി. ഹലോ MC, എന്നെ അറിയാമോ? എനിക്കറിയാം, എല്ലാവർക്കും എന്നെ അറിയാം. അത് തന്നെ 2 അക്ഷരമുള്ളൂ MC, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ അങ്ങനെ റിച്ചായിരിക്കുന്നു ഫൈനലി കേട്ടാ. അയൻ്റെ സിംഹാസനമായി അയൻ്റെ കസേര. അത് തന്നെ. എന്ത് പറയാൻ, ഇപ്പം ആൾക്കാരൊക്കെ നമ്മൾ അംബാനിയായി. ഇനി വൈകാതെ തന്നെ നമ്മൾ അംബാനിയെക്കാട്ടി വലിയ അംബാനിയാവും. അതായത് ഐശ്വര്യ ന്യൂട്ടനാവും. ഐശ്വര്യ ന്യൂട്ടനല്ലോ, മറ്റേ അംബാനിയായിട്ടുള്ള അതായത് അവൻ്റെ പേര് അലോൺ മസ്ക്. ഓക്കെ, നമുക്കിവിടെയുള്ള ഏടൊക്കെ എടുത്തേക്കാം. അപ്പം ഞാൻ എന്തായാലും റിച്ച് ആയി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. റിച്ച് MC. ഇനി എല്ലാവരും എന്നെ റിച്ച് MC എന്ന് വിളിച്ചോളാം. അല്ലെങ്കിൽ ബാഹുബലി മഹേന്ദ്ര MC ചേരുന്നുണ്ട്. നല്ല പേര്. എനിക്ക് ഏത് വേണം പറയണത്? ലിയോ MC. ഞാൻ ലിയോ. അപ്പോൾ ഇന്ന് നമ്മളെന്തോ ചെയ്യാൻ പോന്നേ? അത് തന്നെ തന്നിലിട്ട് മനസ്സിലേക്ക് കാണും. എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ആ കാണുന്ന കേവ് വേണ്ട, ആ കാണുന്ന കേവ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ട്രേഡിങ് ഹാൾ. യെസ്, സൂ ഒക്കെ മാറ്റി. സൂ ഒന്നും വേണ്ട, സൂ ഒക്കെ മടുപ്പ്. നമുക്ക് ട്രേഡിങ് ഹാൾ പിടിക്കാം. സൂ എന്നൊക്കെ പറയാൻ നമ്മൾ വല്ലപ്പോഴേക്ക് വരും. ട്രേഡിങ് ഹാൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്ന സ്ഥലം. അപ്പോൾ നല്ല ബിൽഡാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ നമ്മൾ സ്റ്റേറിട്ട് അങ്ങോട്ടാക്കുന്നു, അവിടെ വില്ലേജ് ഉണ്ടാക്കുന്നു, ട്രേഡിങ് ഹാൾ ഉണ്ടാക്കുന്നു. ആൻഡ് ഫസ്റ്റ് തന്നെ ഈ അയം കൊണ്ട് നമ്മുടെ ആർമർ ഉണ്ടാക്കാം. 45 ബ്ലോക്ക് ഉണ്ട്. ഇപ്പം തന്നെ ആർമർ ഉണ്ടാക്കിയാൽ വെറുതെ വായി നോക്കിയിരിക്കണ്ട. ആൻഡ് ബാക്കിയൊന്നും ലൂട്ടൊക്കെ ഇതിലോട്ട് ഷിഫ്റ്റ് ആക്കാം. അതായത് അയണിൻ്റെ അകത്തോട്ടെ മണ്ടക്കത്തുള്ള ഇത് കൊണ്ടിടാൻ വരി കുട്ടി. ഓക്കെ, എത്തി. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ അയണൊക്കെ ഇട്ടേക്കാം. പോടാ അതിൻ്റെ അകത്ത്. നിൻ്റെയൊക്കെ ഡ്യൂട്ടി ഇനി എനിക്ക് ആവശ്യമില്ല. ഒരു സ്റ്റാക്ക് കൈ ഇരിക്കട്ടെ അല്ലേ? ഒരു സ്റ്റാക്ക് കൈ ഇരിക്കട്ടെ, അത് നല്ലതാണ്. അതിന് നമുക്ക് അയൺ ആർമർ ഇടാം. പക്ഷെ അയൺ ആർമർ ഒരു ബിൽഡപ്പൊക്കെ വേണ്ടേ? അതിന് ബിൽഡപ്പ് വേണം. ഞാൻ തന്നെ ആ ബിൽഡപ്പ് ഇടാം. ധരിക്കലടാ മണ്ടൂസേ. ഇവിടെ ഇൻവെൻ്ററി ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്നറിയില്ല. ബാഹുബലി 2-ലാണോ 1-ലാണെന്നറിയൂല. ബാഹുബലിൻ്റെ മേത്ത് ഒരു ഫയർ വിസ്റ്റ് അടിക്കുമ്പോൾ ബാഹുബലി കത്തുമ്പം ഒരാൾ പറയും ബാഹുബലി എന്ന് പറയും. അപ്പം അതേപോലെ നമ്മളെ സീൻ അടിക്കാനാരുമില്ല. എന്നാലും ആലോചിച്ചാൽ മതി, MC ആരും അടിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ തുടങ്ങാം. പാട്ടൊക്കെ ഇട്ടോ. മഹേന്ദ്ര MC. ഓവറായി. ആൻഡ് ഇപ്പം തന്നെ ഇതിൽ എത്ര സ്റ്റക്കായി? ഞാൻ ചത്തടാ. ജസ്റ്റ് യൂസില്ല. അയണാറ് പറ 54 അയണാറ് പറയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. മയ്യത്തയ്യോ അവലെ റിസോഴ്സിന് ചാവല്. ഓ, ഇനി അത് പറഞ്ഞേ പറ്റൂ. ടെക്നോബ്ലേഡ് MC ഓക്കെ, ഞാൻ ഉറങ്ങി. ഇനി അടുത്ത വർഷം ഇന്നേക്കും. ആരാ? എടാ ഞാൻ ഇപ്പോൾ MC ഡേയ്സ് പറഞ്ഞോളൂ. നീ ഇപ്പോൾ വന്ന് കൊല്ലാതെ. എൻ്റെ അൾട്ടിമേറ്റ് പവർ എടുത്ത് ചത്ത കള്ളപ്പാട്ടി. ഓക്കെ, നമുക്ക് ആ നേരെ അവിടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സോസൊക്കെ വേണം. ഫസ്റ്റ് തന്നെ ഏത് ബ്ലോക്ക് വെച്ച് ഡിസൈൻ ചെയ്യും? എനിക്കൊന്ന് ഈ സ്റ്റോണിനെ സ്മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ കിട്ടും.
ഈ സ്റ്റോൺ 4 വെക്കുമ്പം ബ്രേക്ക് അങ്ങനത്തെ കണ്ട ഒരു സ്റ്റോൺ ഉണ്ടാവും. ആ സ്റ്റോൺ വെച്ച് ബിൽഡ് ചെയ്യാൻ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അത് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലണം. എലേറ്റർ എടുക്കൂ, പറക്കൂ. ഹുയ്, അയ്യോ എലേറ്റർ ഇല്ല. ക്യാരറ്റ് ഫാം ഇങ്ങനെ പോകുന്നു. കുറച്ച് ഫുഡൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ക്യാരറ്റ് ഫാം ഈ വലുതാവുന്നേ ഉള്ളൂ. ആൻഡ് വീറ്റ് ഫാം ഇങ്ങനെ പോകുന്നു. അത് ഫുള്ള് ഇതായി. അപ്പോൾ എടുത്തേക്കാം വീറ്റ്. ഞാൻ ഈ പണി ചെയ്ത് തീർത്തിട്ട് ഞാൻ നേരെ അപ്ഡേറ്റ്. ഒരു ചിക്കൻ ഫാം മുടക്കേണ്ടി വരും. അതാകുമ്പം എനിക്ക് ഈ മിച്ചം വരുന്ന വീറ്റ് ആ ചിക്കൻ എടുക്കാൻ കഴിയും. നല്ല ഐഡിയ. ചിക്കൻ ഫാം വെരി ഗുഡ് ഐഡിയ, വെരി ഫണ്ടാസ്റ്റിക് ഐഡിയ. എന്ത് പറയാൻ, എൻ്റെ ബുദ്ധിക്കകത്ത് പല പല ഐഡിയാസ് വരും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കേവ് ഒന്ന് നോക്കണം. ഈ കേവ് ഡിസൈൻ ചെയ്ത് ഇത്തിരി പാടിടും. കാര്യം ഇത് ഒരേ നിലയിലാക്കണം. ഈ കാണുന്നതൊക്കെ ഒരേ നിലയിലാക്കണം. അപ്പോൾ കുറേ സ്റ്റോണിൻ്റെ ആവശ്യം വരുമെന്ന് ഉറപ്പാണ്. അപ്പം ഇതൊരുപാട് പാടുപെടും. എനിക്കൊരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ്. അതായത് കറക്റ്റ് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഒഴിക്കുക. അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ഈ ഒരു സെൻറ്ററും കിട്ടിക്കോളും, അതും കിട്ടിക്കോളും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മണ്ടക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സിലായില്ലെന്ന് തോന്നുന്നു ആർക്കും. ചിലവർക്കൊക്കെ മനസ്സിലായി കാണും. കാര്യം അവരൊക്കെ ഇങ്ങനത്തെ ബിൽഡ് ചെയ്ത് കാണും. ചെയ്തവർക്ക് മനസ്സിലായി കാണും. ചെയ്യാത്തവർക്ക് ചെറുതായിട്ടെങ്കിലും പിടിയിട്ട് കാണും. ആ ചെറിയ പിടി ഞാൻ വലിയ പിടിയാക്കി തരാം. ഐ മീൻ ചെറുതായിട്ട് നിങ്ങൾക്ക് പിടിയിട്ടില്ലേ എങ്ങനെയാണ് അത് ഇത്തിരി നന്നായിട്ട് വിശദീകരിച്ച് തരാം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പല പല രീതിയിലാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ സ്റ്റേരിട്ട് പോവുകയാണെങ്കിലും അത് കാണുമ്പോൾ കൊള്ളൂല. അതായത് ഈ ഇളക്ക് ഇങ്ങനെ പൊങ്ങിയും താഴെ ചെയ്യും. സ്റ്റെയറിന് നല്ലതല്ല. അപ്പോൾ ഇത് നേരെ ക്ലീനായിട്ടിരിക്കുവാണെങ്കിൽ അത് കാണാൻ രസമായിരിക്കും. അതാണ് എൻ്റെ പ്ലാൻ. ഇത് ബോക്സ് പോലെ ഉണ്ടാക്കുന്നതിനാണ് നല്ലത്. വട്ടം പോലെ ഉണ്ടാക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടമാക്കുന്ന ഇന്നെങ്ങാണോ അല്ലാതെ ഞാൻ പിന്നെ അയ്യോളാം. ഇപ്പോൾ ഈ സൈഡ്, അതായത് ഇങ്ങോട്ട് അവിടെ തൊട്ട് ഇവിടം വരാം. അപ്പോൾ ഇതൊരു വട്ടമാണെങ്കിൽ വട്ടം എങ്ങനെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കണം. വട്ടം എങ്ങനെ ഉണ്ടാക്കൂടെ? ബോക്സ് ആണെങ്കിൽ ബോക്സ് ഉണ്ടാക്കാം. ഞാൻ പഠിച്ചിരുന്ന മൈൻക്രാഫ്റ്റ്. ബോക്സ് ആണ് ഇത്തിരി എനിക്ക് ഈസി. ബോക്സ് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ റീപ്ലേ മോഡ് വഴി ഞാൻ എങ്ങനെ നന്നായിട്ട് ഇരുന്ന് കണ്ടോ. ടാറ്റാ ബൈ ബൈ. റീപ്ലേ മോഡ് ഗൂഗിൾ അസിസ്റ്റന്റ് റീപ്ലേ മോഡ് ഓണാക്കിയേ. ഞാൻ തന്നെ ഓണാക്കിക്കോളാം. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വിളിച്ച് ബാക്കിയൊക്കെ നമുക്ക് ഈ ഇത്തിരി നല്ല ടൂൾസൊക്കെ ആയി കഴിഞ്ഞാൽ പോരെ. ഈ ഗെയിം നമ്മൾ ഫുഡ് ക്ലീൻ ചെയ്തത് ഒരു എപ്പിസോഡ് വരും. ചിലപ്പോൾ വന്നില്ല എന്നും വരും. അപ്പോൾ ഞാൻ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് മതി നമ്മൾ ട്രേഡിങ് ഉണ്ടാക്കാൻ. സ്റ്റെയർ ഇട്ട് പോയി അവിടെ ഉണ്ടാക്കും. ആൻഡ് ബാക്കി വരുന്ന സ്ഥലത്ത് വേറെ കുറേ ഇങ്ങനെ ഉണ്ടാക്കും. എൻ്റെ മനസ്സിൽ ഞാൻ വീണ്ടും ചെയ്തുകൊണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇത് പറയാനാ കഴിച്ച് എൻ്റെ ബുദ്ധി വലിയ ഐശ്വന്യൂട്ടനെക്കാട്ടിയും വലിയ ബുദ്ധിയാണ്. ഐശ്വന്യൂട്ടൻ വരെ ഇന്നലെ വന്നു എൻ്റെ വീട്ടിൽ. എന്നിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ബുദ്ധി ഐക്കു എന്ന് പറയുന്നത് 2 കോടിയാണ്. ഞാൻ വരെ തെറ്റിപ്പോയി, നാട്ടുകാർ തെറ്റിപ്പോയി, എല്ലാവരും തെറ്റിപ്പോയി. നല്ല ന്യൂസൊക്കെ ഉണ്ടത് കണ്ടില്ലാരും. ന്യൂസിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ MCA പറഞ്ഞ ബുദ്ധി 2 ലക്ഷം അത്. ആൻഡ് ഇനി നമ്മോട്ടൊക്കെ സ്റ്റോൺ സ്റ്റെയർ ഉണ്ടാക്കാം. ഇനി ഇതെങ്ങനെ വെക്കുമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇത് 3x3 വേണോ 4x4 വേണോ? എനിക്കൊന്നും എൻ്റെ ആലോചിച്ചൊക്കെ 3x3 ആണെങ്കിൽ 4x4 മതി. അതായത് 4x4 എന്ന് പറയുമ്പോൾ
എൻ്റെ ആലോചന വെച്ച് ഇവിടെ ഇങ്ങനെ നടന്നു പോവും. ഇത് 4 ആയി. ഇവിടെയാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ പോയി എന്തായാലും റീപ്ലേ മോഡ് കണ്ടിട്ട് വാ. ചേട്ടാ ബൈ ബൈ. ഓക്കെ, ഫൈനലി നമ്മൾ അതും ചെയ്തിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇപ്പോൾ ഇത് കാണാൻ ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മൾ ഇത്തിരി ഡെക്കറേഷനൊക്കെ കൊടുത്ത് ഇത്തിരി നല്ലതാക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ 10 വില്ലേജറാണ് നിൽക്കാൻ പോകുന്നത്. ഇവർ ഫുൾ അയൺ ട്രേഡ്. ആൻഡ് ഇവിടെ നിന്ന് ഇത്തിരി മാറിയായിരിക്കും ഇവിടെ ലൈബ്രറിയൻ, ഇവിടെ വേറെ അങ്ങനെയൊക്കെ കുറേ വരും. അങ്ങനെയാണ് വില്ലേജർ ട്രേഡ്. ഇവിടെ താഴെ വേറെ അങ്ങനെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? ആൻഡ് അവിടെയുള്ള മരം ഒന്ന് എനിക്ക് ഇത്തിരി വെട്ടണം. കാര്യം അതിൻ്റെ കൂടെ ഡോർ വെക്കണോ വേറെ എല്ലാം വെക്കണോ? ഡോർ വെക്കാം. ആൻഡ് ഇനി ഇതിൻ്റെ അകത്തെ പണി കുറച്ച് പണിയായിട്ടുണ്ട്. റീപ്ലേ മോഡ് കാണിക്കണോ അല്ലാതെ കാണിക്കണോ എന്ന ഡൗട്ടാണ്. റീപ്ലേ മോഡ് ഇട്ട് ഞാൻ ഉറക്കം വരുന്നേ. ഇതിൻ്റെ അകത്ത് സ്റ്റോൺ ബ്രിക്കിൻ്റെ പരിപാടിയാണ്. ഫുള്ള് സ്റ്റോൺ ബ്രിക്കല്ല, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വുഡാക്കി ഇങ്ങനെ ഇത്രയും കൊണ്ടുവരിക, എന്നിട്ട് അവിടെ കൊണ്ട് സ്റ്റോൺ ബ്രിക്ക് അങ്ങനെ ആവുകയാണെങ്കിൽ വുഡ് സ്റ്റോൺ ബ്രിക്കും കൂടെ, എന്നിട്ട് അടുത്ത ബിൽഡിൽ വേറെ കുറച്ച് ഐറ്റംസ് അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ കാണാൻ ഇത് സുന്ദരമായിരിക്കും. അങ്ങനെ തന്നെയാ. ഇനി നിങ്ങൾ നല്ല റീപ്ലേ മോഡ് കാണും. കാര്യം എനിക്ക് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് നശിപ്പിക്കാൻ വയ്യ. അപ്പം ടാറ്റാ ബൈ ബൈ. നിങ്ങൾ റീപ്ലേ മോഡ് കണ്ടിട്ട് വാ. ഡിസൈനാണ്. അകത്ത് കയറുമ്പം അതിനെക്കാട്ടി നല്ല ഡിസൈൻ ഉണ്ടാ. ഈ ടോപ്പ് ഫ്ലോറും കൂടെ ഡിസൈൻ ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞത് അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. ഞാൻ ഡിസൈനിങ് കഴിഞ്ഞു ഗൈസ്. ആൻഡ് ഇതിപ്പോൾ കാണാൻ നല്ല വെരി ഗുഡ്. കൊള്ളാം കുഴപ്പമില്ല. ആൻഡ് നമുക്കിത് വൈകാതെ തന്നെ ഇതൊക്കെ മാറ്റി വുഡൊക്കെ ആക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കാട്ടി കാണാൻ കൊള്ളാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിലേക്കും ടാറ്റാ ബൈ ബൈ. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓഫാക്ക് സ്ക്രീൻ റെക്കോർഡ്. ഗൂഗിൾ അസിസ്റ്റൻ്റ് കാര്യം. ടാറ്റാ ബൈ ബൈ.